മഴതോരും മുൻപേ സീലിയനിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇത്രയും നാൾ ഈ വീടിന്റെ ജീവനായി ഓടി നടന്നവളാണ് അലീന. അവൾ ഈ പടിയിറങ്ങിയ പോവുകയാണെന്ന ചിന്ത ബാലചന്ദ്രന്റെ ഉള്ളിൽ വല്ലാത്ത ഭാരമായി തന്നെ കിടന്നു. കയ്യിലെ ചൂട് കാപ്പിയിൽ നിന്നിരുന്ന ആ ഒരു ആവിയിലേക്ക് നോക്കി കസേരയിൽ അങ്ങനെ തന്നെ ഇങ്ങനെ ചാരി കിടക്കുമ്പോഴാണ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ബാലേട്ടാ, എന്താ വലിയത് ആലോചനയിൽ? ഗോവർദ്ധൻ കസേര വലിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ചോദിച്ചു. ബാലചന്ദ്രൻ ഒന്നൊന്ന് നെടുവീർപ്പിട്ടു. കാപ്പി മേശപ്പുറത്തേക്ക് വെച്ചു. ഗോവർദ്ധന, ഇന്നലെ സ്റ്റാൻലി എന്നെ വിളിച്ചിരുന്നു. അലീനെ കൊണ്ടുപോവാൻ അയാൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന്. അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ അവൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനന്റെ മുഖത്തും ചെറിയൊരു മങ്ങലുണ്ടായി. അപ്പോൾ അവൾ എവിടെ നിന്ന് പറഞ്ഞയക്കാൻ ബാലേട്ടനെ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു ഗോവർദ്ധന. അവൾ ഈ വീട്ടിൽ നിന്ന് ഇനി എന്ത് പ്രയോജനമാ ഉള്ളത്? അവളുടെ അമ്മ അവളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് നമുക്കറിയാം. പിന്നെ ആ പെൺകൊച്ചിനെ എന്തിനാ ഞാനിവിടെ വെറുതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? അവൾ പോട്ടെ, സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അവൾ പോവണം. അവൾക്കുമില്ലേ നല്ലൊരു ജീവിതം? അവൾ ജനിച്ചതും ജീവിക്കേണ്ടതും നല്ലൊരു കുടുംബത്തിലാണ്. അല്ലാതെ ഇവിടെ നിന്നിങ്ങനെ വൈജയന്തിയുടെയും മറ്റുള്ളവരുടെയും ആട്ടും തുപ്പും കേട്ട് ജീവിതം തീർക്കേണ്ടവളൊന്നുമല്ല അവള്. ബാലചന്ദ്രന്റെ വാക്കുകൾ അലീനയോടുള്ള വാത്സല്യം തുളുമ്പുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഗോവർദ്ധൻ മെല്ലെ പറഞ്ഞു. ബാലേട്ടന് അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവളെ കൊണ്ടുവിടാൻ ബാലേട്ടാ. അങ്ങനെ പെട്ടെന്നങ്ങ് കൊണ്ടുവിടാനൊന്നും പറ്റില്ലടാ. ബാലചന്ദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അദ്ദേഹം തുടർന്നു. എനിക്ക് കുറച്ച് കടപ്പാടൊക്കെയുണ്ട് അവളോട്. അവൾ വെറും ഒരു വേലക്കാരി പെണ്ണായിട്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനൊന്നും എനിക്കും മനസ്സ് വരുന്നില്ല ഗോവർദ്ധന. അവൾ ഈ വീട്ടിൽ വന്ന കാലം തൊട്ട് ഇന്ന് വരെ നമ്മളെല്ലാവരെയും പൊന്നുപോലെ നോക്കിയില്ലേ? എൻ്റെ മക്കളുടെ സന്തോഷം കണ്ടില്ലേ അവള്? ചതിയുടെയും വഞ്ചനയുടെയും ഒരു ലോകത്തായിരുന്നു ഞാൻ. അവിടെ നിന്നെന്നെ കൈപ്പിടിച്ചു ഉയർത്തിയത് അവളാണ്. എൻ്റെ മകൻ രോഹിത് ഇന്ന് എൻ്റെ കൂടെയുണ്ടെങ്കിൽ അതിന് കാരണം അലീനയാണ്. അവൾ എനിക്ക് വെറുതെ അങ്ങ് വേലക്കാരിയായി കണ്ടുവങ്ങ് പറഞ്ഞുവിടാനൊന്നും പറ്റില്ല. ഗോവർദ്ധനൻ അത്ഭുതത്തോട് ബാലചന്ദ്രനെ നോക്കി. ബാലേട്ടാ, നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് വേണ്ടതെല്ലാം തന്നെ ഞാൻ ചെയ്തു കൊടുക്കും ഗോവർദ്ധന. ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ വലിയൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അവൾ ഈ വീട്ടിൽ ജീവിച്ചത് വെറും ഒരു ജോലിക്കാരിയായിട്ടാണ്. സ്റ്റാൻലി ഒരിക്കലും അത് വിചാരിക്കരുത്. അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒഴിഞ്ഞ കഴുത്തോ കയ്യോ ആയിട്ടല്ല അവൾ ഇവിടെ നിന്ന് പോവേണ്ടത്. ഈ ബാലേന്ദ്രന്റെ മകളായിട്ട് തന്നെ ആയിരിക്കണം. അതിനെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. താൻ എൻ്റെ കൂടെ നിന്ന് നിൽക്കണം. ബാലേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും. എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതെല്ലാം തന്നെ അപ്പടി ചെയ്തോളാമെന്ന് ഗോവർദ്ധനൻ ഉറപ്പോടെ പറഞ്ഞു. അവൾ പോകുന്നതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഗോവർദ്ധന. ബാലചന്ദ്രൻ്റെ തൊണ്ടയിടറി. എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കാണുന്നത്. എൻ്റെ രാജകുമാരിയായിട്ട് തന്നെയാണ് ഞാൻ അവളിവിടെ കഴിഞ്ഞത്. അവൾ പോകുന്നത് കൊണ്ട് ഈ വീടിന് ശൂന്യത വരും. എന്നാലും അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. പെട്ടെന്നാണ് അവളുടെ സംസാരത്തിനിടയിലേക്കല്ലേ അലീന കയറി വന്നത്. അവളുടെ മുഖത്ത് വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. ഒരുപാട് കൊടുങ്കാറ്റുകൾ അതിജീവിച്ചവളുടെ ശാന്തത. അച്ഛാ, അലീനെ വിളിച്ചു. ബാലേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അച്ഛാ. എനിക്കൊരു സ്ഥലം വരെ പോകണം. നിനക്കിനി എവിടെയാ പോവാനുള്ളത് മോളെ? പോവാനുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞില്ലേ? ബാലചന്ദ്രൻ സ്നേഹത്തോട് ചോദിച്ചു. അതല്ല അച്ഛാ, എനിക്ക് കൈതക്കൽ വരെ ഒന്ന് പോകണം. കൈതക്കൽ എന്ന് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെയും ഗോവർദ്ധനൻ്റെയും മുഖം മാറി. ആ വീട്ടിലേക്കാണ് അവൾക്ക് പോവേണ്ടത്. അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആ വൈജയന്തിയുടെ അടുത്തേക്ക്. കൈതക്കിലേക്കോ? ബാലചന്ദ്രൻ ചോദിച്ചു. എല്ലാവരോടും ഒന്ന് യാത്ര പറയാൻ വേണ്ടിയിട്ടാണോ? അതെ അച്ഛാ. എന്നാലും ഞാൻ വരാം. നിന്റെ കൂടെ ഞാനും വരാമെന്ന് ബാലേന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു. അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വിടാനൊന്നും അദ്ദേഹത്തിന് പേടിയായിരുന്നു. വേണ്ടച്ചാ, അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തനിയെ പോയിക്കോളാം. അച്ഛൻ ബുദ്ധിമുട്ടണ്ട. എനിക്ക് അവിടെ ചെന്ന് യാത്ര പറഞ്ഞിട്ട് വേറെയും ചിലരെ കാണാനൊക്കെ ഉണ്ട്. ശരണ്യെ ഒന്ന് കാണണം. പിന്നെ നമ്മുടെ ഓട്ടോക്കാരൻ ഷാജിയേട്ടനെ ഒന്ന് കാണണം. ഞാൻ പോകുന്ന പോക്കിൽ എല്ലാവരെയും കണ്ടിട്ടേ തിരികെ വരുള്ളൂ. അവളുടെ മുഖത്തെ ആത്മവിശ്വാസം കണ്ടപ്പോഴേ ബാലചന്ദ്രനെ പിന്നെ ഒന്നും തന്നെ തടയാൻ തോന്നിയില്ല. അവൾക്ക് അവളെ തന്നെ സൂക്ഷിക്കാൻ അറിയാമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ശരി മോളെ, നീ പോയിക്കോ. സൂക്ഷിച്ചിട്ട് പോയിട്ട് വാ മോളെ. അലീന മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. പുതിയ യുദ്ധത്തിലുള്ള പുറപ്പാടാണെന്ന് അവളുടെ കണ്ണുകളെ തീക്ഷ്ണത വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൈതക്കൽ തറവാടിൻ്റെ പടിപ്പുറ കറക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ അങ്ങനെ മിന്നി മറിഞ്ഞു. ഈ വീടിൻ്റെ ഓരോ കോണിലും താൻ അനുഭവിച്ച വേദനകളുണ്ട്. വൈജയന്തിയുടെ വാക്കുകൾ തീമഴ പോലെ ഇങ്ങനെ പെയ്തിറങ്ങിയ ഇടനാഴികൾ. അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വൈജയന്തി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ അവളുടെ മുഖമങ്ങ് വക്രിച്ചു. നെറ്റി ചുളിഞ്ഞു. നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? വൈജയന്തിയുടെ ശബ്ദം പരിഹാസം കൊണ്ട് നിറഞ്ഞു. നീ ഇവിടെ നിന്ന് പോകുകയാണെന്നും പറഞ്ഞ് യാത്ര ചോദിക്കാൻ വന്നതാണോ? അത് ഞാൻ കുറെ കേട്ടതാ. നീ പോകുക എന്നും പറഞ്ഞ് 2 ദിവസം തോറും അങ്ങ് വലിഞ്ഞു കയറി വരും. നീ സത്യത്തിൽ യാത്ര ചോദിക്കാൻ തന്നെ വന്നതാണോ? അതോ ഇനി ഇവിടെ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ? അലീന വളരെ ശാന്തമായി തന്നെ പറഞ്ഞു. എനിക്കിവിടെ വേറെ ആരെയും കാണാനില്ല മാഡം. ഞാൻ ശരിക്കും പോവാണ്. അത് ഞാൻ ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി വന്നതാ. അലീനയുടെ ആ ശാന്തത വൈജയന്തി കൂടുതൽ പ്രകോപിപ്പിച്ചു. അവർ അലീനയുടെ അടുത്തേക്ക് വന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു.
നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം? നീ ആരാണെന്നാ നിന്റെ വിചാരം? മറ്റവളാണ് മറിച്ചവളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണോ? പിഴച്ചു പ്രസവിച്ചവളാണ് നീ, ഒരു സ്ത്രീക്കുണ്ടായവൾ. നിനക്കൊരു നാണവുമില്ലേടി ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ? നിനക്ക് യാതൊരുവിധ അന്തസ്സുമില്ലേ? ഇത്രയും നാൾ കേട്ടു നിന്നതുപോലെ അലീന ഇപ്പോൾ തല കുനിച്ചൊന്നും നിന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും തീ പാറി. ഒരു അഗ്നി പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുത്തതുപോലെ അവൾ അങ്ങ് നിവർന്നു നിന്നു. കാറ്റത്തടിച്ചതുപോലെ അവളുടെ ശബ്ദം ആ തറവാട്ടിൽ അങ്ങ് ചുവരുകൾക്കുള്ളിൽ മുഴങ്ങി. നിങ്ങൾക്കിതൊക്കെ പറയാൻ എന്ത് അർഹതയാണുള്ളത് മാഡം? വൈജയന്തി ഒന്ന് അമ്പരന്നു. ഇതുവരെ അലീന ഇങ്ങനൊരു സ്വരത്തിൽ തന്നോട് സംസാരിച്ചിട്ടില്ല. എന്താണ് നീ പറഞ്ഞത്? അതെ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് അർഹതയുള്ളതാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നെ പിഴച്ചു പറ്റിയവളെന്നും അനാഥയെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അർഹതയുമില്ല. അലീനയുടെ ശബ്ദം കൂടുതൽ കനത്തു. 23 വർഷം മുൻപ് ആഗ്രയിൽ വെച്ച് നടന്ന ആ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം മാഡം. 23 വർഷം മുൻപ് ആഗ്രയിൽ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയ നിങ്ങളെക്കാൾ വലിയ ഗതികേടൊന്നും വേറൊരാൾക്കും ഉണ്ടാവില്ല. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ തലക്ക് ഒരു ഇടുത്തി വീണതുപോലെ തോന്നി. അവരുടെ കണ്ണുകൾ അങ്ങ് വികസിച്ചു. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ശരീരം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് വിയർക്കാൻ തുടങ്ങി. കാലുകൾക്കൊക്കെ ബലമില്ലാത്തതുപോലെ അവരങ്ങ് വിറച്ചു. എന്താണ് നീ പറയുന്നത്? വിക്കിക്കൊണ്ട് വൈജയന്തി ചോദിച്ചു. ഞാൻ പറഞ്ഞത് മാഡത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അലീന ഒരു ചൂട് മുന്നോട്ട് വെച്ചു. അന്ന് 23 വർഷം മുൻപ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ ആ മകളില്ലേ, ആ മകളുടെ അതേ പ്രായമാണ് എനിക്ക്. എന്നിട്ടും ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കല്ലേ ചെയ്തത്? ആ മകളായിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് കണ്ടൂടെ മാഡം? ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത്, എൻ്റെ സ്വന്തം അമ്മയായിട്ട്. എന്നിട്ടും നിങ്ങൾ എന്നെ വെറുത്തു. ഇന്ന് നിങ്ങൾ എന്നെ അവഗണിക്കുകയാണ്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിക്കേ, അന്ന് നിങ്ങൾ എറിഞ്ഞിട്ട് പോയ ആ മകളാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവളെ ഈ വീട്ടിലെ വേലക്കാരിയാക്കുമായിരുന്നോ? അവളെ നിങ്ങൾ പടിയിറങ്ങി വിടുമായിരുന്നോ? അലീനയുടെ ഓരോ വാക്കും വൈജയന്തിയുടെ നെഞ്ചിലേക്ക് കൂർത്ത അമ്പുകൾ പോലെയാണ് തറഞ്ഞു നിന്നത്. അവരുടെ ചുണ്ടുകൾ വിറച്ചു. ഭയം അവരെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു. നിന്നോട് ആരാടി ഇതൊക്കെ പറഞ്ഞത്? നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണോ? വൈജയന്തി പതർച്ചയോട് ചോദിച്ചു. അലീന പുച്ഛത്തോടെ ചിരിച്ചു. ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല മാഡം. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇനി ഒന്നും നേടാനുമില്ല. ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. എൻ്റെ അച്ഛനെ പോലെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനെ, ഒരു കൂട്ടം മനുഷ്യരെ കൂടി ഒരുപാട് അധിക്ഷേപിച്ചതല്ലേ. ഞാൻ ഈ നെടുമ്പരക്കര വീട്ടിൽ നിന്ന് തിന്ന ചോറിന് ഒരു നന്ദിയുണ്ട്. ആ ഒരു ചോറിന് കണക്കുണ്ട്. അത് ദഹിക്കണമെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും പറയണമായിരുന്നു. ഞാൻ പോകുന്നു മാഡം. വൈജയന്തിയുടെ മുഖത്ത് നോക്കി ആ തറവാടിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അലീനയുടെ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. പിന്നിൽ സ്വന്തം രഹസ്യം അലീന അറിഞ്ഞു എന്ന ഭയത്തിൽ ഞെട്ടിവിറച്ച് ഉരുകിയൊലിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും വൈജയന്തി. കൈതക്കൽ നിന്നും അലീന നേരെ പോയത് ശരണ്യയുടെ വീട്ടിലേക്കാണ്. മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ ശരണ്യ ഓടി വന്ന് അലീനയെ ഇറക്കിയും കെട്ടിപ്പിടിച്ചു. അലീന ചേച്ചി എന്താ പറയാതെ വന്നത്? ശരണ്യയുടെ കണ്ണിൽ സന്തോഷവും പരിഭവവും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് എത്ര ദിവസമായി അറിയാവോ? കഴിഞ്ഞ ദിവസം അമ്മയോട് സംസാരിച്ചിട്ട് എന്നോട് സംസാരിക്കാതെ ഫോൺ വെച്ചതല്ലേ. എനിക്ക് എന്തോ ഒരു സങ്കടം വന്നോന്നറിയോ? എൻ്റെ പൊന്നു പരാതിപ്പെട്ടി, നിന്റെ പരാതി ഇതുവരെ തീർന്നില്ലേ? അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി ഇങ്ങോട്ട് വാ, എനിക്ക് ചേച്ചിയോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് ശരണ്യ അലീനയുടെ കയ്യും പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പുറത്തേക്ക് വന്നു. എടി പെൺകൊച്ചെ, ആ പെൺകൊച്ചി ഇങ്ങോട്ടൊന്ന് കയറി വന്നോട്ടെ. അതിനു മുൻപ് നീ അവളെങ്ങനെ പിടിച്ചു വലിക്കുകയാണോ? ഞാൻ വല്ല ചായ മറ്റോ എടുക്കട്ടെ അലീനെ? ചായയൊക്കെ പിന്നെ കുടിക്കാം മാമേ. എനിക്ക് എൻ്റെ ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരണ്യ അലീനയെ നേരെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. മുറിയിലെത്തിയപ്പോൾ അലീന തൻ്റെ ബാഗ് തുറന്ന് ശരണ്യക്ക് വേണ്ടി വാങ്ങിച്ച സമ്മാനം എടുത്തു നീട്ടി. ഇത് നിനക്കുള്ളതാ. സമ്മാനം കണ്ടപ്പോൾ ശരണ്യയുടെ കണ്ണുകൾ വിടർന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി. ചേച്ചി ഇവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചി എന്തിനാ പോകുന്നത്? ചേച്ചി പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റുമോ? ചേച്ചി പോവണ്ട ചേച്ചി. അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നോ. ഞാൻ ചേച്ചിയെ പൊന്നുപോലെ നോക്കിക്കോളാം. ശരണ്യയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞൊഴുകി. അവൾ കരയാനും തുടങ്ങി. അലീന ശരണ്യയുടെ കണ്ണുനീരങ്ങ് തുടച്ചു കൊടുത്തു. എന്താ മോളെ നീ പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ. നീ നന്നായിട്ട് പഠിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്നെ പഠിപ്പിച്ച് എനിക്കൊരു ഡോക്ടറാക്കണമെന്ന്? നീ എൻ്റെ അഭിമാനമല്ലേ. നീ നന്നായി പഠിച്ച് വലിയൊരു ഡോക്ടറാണെന്ന് കാണാനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ പഠിച്ച് ഡോക്ടറൊക്കെ ആവാൻ ചേച്ചി. എന്നാലും എനിക്ക് എൻ്റെ അലീന ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ. ശരണ്യ തേങ്ങി. ചേച്ചി എവിടെയാണ് പോകുന്നത്? ഞാൻ ജോലിക്ക് പോവാ മോളെ. അവിടുത്തെ അച്ഛനില്ലേ, ബാലചന്ദ്രൻ അച്ഛനാണ് എനിക്ക് പുതിയ ജോലി ശരിയാക്കി തന്നത്. നല്ലൊരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ജോലി ചെയ്തല്ലേ നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് സങ്കടപ്പെടാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ നന്നായി പഠിക്കണം കേട്ടോ. അലീന അവളെ നെഞ്ചോട് ചേർത്തു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ശരണ്യയുടെ അമ്മ ചോദിച്ചു, മോൾ എവിടേക്കാ പോകുന്നത് എന്ന്. അവിടെ സുരക്ഷിതമാണോ എന്ന്. അവിടുത്തെ അച്ഛൻ ഏർപ്പാടാക്കി തന്ന ജോലിയല്ലേ അമ്മേ. അത് ഏറ്റവും സുരക്ഷിതമായൊരിടത്തേക്ക് തന്നെയായിരിക്കും. അമ്മ പേടിക്കണ്ട. അലീന അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവിടെ കുറച്ചു നേരം സംസാരിച്ച് യാത്ര പറഞ്ഞപ്പോൾ അലീനയുടെ മനസ്സ് നിറഞ്ഞിരുന്നു.
വഴിയിൽ വെച്ചാണ് ഷാജിയേട്ടനെ കണ്ടത്. ഓട്ടോ നിർത്തി ഷാജി വന്നു. എന്താ അലീനെ, എങ്ങോട്ടേക്കാ നീ പോകുന്നത്? ഷാജി സ്നേഹത്തോട് ചോദിച്ചു. ഞാൻ പോവാ ഷാജിയേട്ടാ, പുതിയൊരു ജോലി കിട്ടി, അങ്ങോട്ടേക്ക് മാറുവാണ്. അത് നല്ല കാര്യമാണല്ലോ അലീനെ, നല്ലൊരു ജോലി കിട്ടുന്നത് വലിയ ഭാഗ്യമല്ലേ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം, ഞങ്ങളെ വിളിക്കണം കേട്ടോ. ഷാജിയുടെ വാക്കുകൾ നിറയെ സ്നേഹമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വരും ഷാജിയേട്ടാ. അവിടെ നിന്ന് ഷാജിയുടെ അമ്മയും പെങ്ങളൊക്കെ കണ്ട് യാത്ര പറഞ്ഞിട്ടാണ് അലീന മുന്നോട്ട് നടന്നത്. തന്നെ സ്നേഹിക്കുന്നവരെയും തൻ്റെ ജീവിതത്തിൽ താങ്ങായി നിന്നവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാൽവെക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ ഇനി ഭയമില്ല, പകരം ഒരു പുതിയ വെളിച്ചമായിരിക്കും. വൈജയന്തിയുടെ മനസ്സിൽ തീ കോരിയിട്ട് അവളെ ഈ ഒരു യാത്രയിൽ സത്യങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങുന്നതേയുള്ളൂ.